ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമ്മുടെ ക്രിസ്റ്റലിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാത്സിന്റെ ഒരു സീരീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാത്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് വരുന്നത്. സോ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനോട്ടും കൂടിയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഇപ്പൊ UGC നെറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഒബ്വിയസ്ലി ഇതിനു മുന്നേ CGL ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ മാത്സിന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ സിലബസ് സെയിം ആവുന്നത് പോലെ ക്വസ്റ്റ്യൻ വരെ സെയിം മെത്തേഡിലൊക്കെയാണ്, നമ്പേഴ്സ് ചേഞ്ച് ഉള്ളൂ, സെയിം മെത്തേഡിൽ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ നമ്മൾ മാത്സിന്റെ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ എക്സാമിനനുസരിച്ചാണ് PYQs ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് UGC നെറ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കുറെ മുന്നേ CGL ചോദിച്ചിട്ടുണ്ട്. അപ്പോ UGC നെറ്റിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഏത് മെത്തേഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തുതരും. സോ ആ കൂട്ടത്തില് ഞാനൊരു കാര്യം കൂടി നിങ്ങളെ മെൻഷൻ ചെയ്യാണ്. നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ആണ് പിന്നീട് നമുക്ക് മാത്സ് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് PYQs കാര്യങ്ങളൊക്കെ നോക്കും. PYQs നോക്കുന്നതിന് കൂടെ തന്നെ ഷോർട്ട് ട്രിക്ക് ആണ് പെട്ടെന്ന് ചെയ്യുന്നത്. സംഭവം ശരിയാണ്, ഷോർട്ട് ട്രിക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ടൈം സേവ് ചെയ്യാനും അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം വെച്ചാല് നമ്മൾ ഈ ഷോർട്ട് ട്രിക്കിന്റെ ഫസ്റ്റ് തന്നെ ഈ ഷോർട്ട് ട്രിക്കിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് നമുക്ക് വേറെ മെത്തേഡിലെ ക്വസ്റ്റ്യൻ, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത് ഡയറക്റ്റ് മെത്തേഡിലാണ്. ഫസ്റ്റ് ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് മെത്തേഡിൽ പഠിച്ചതിന് ശേഷം നമ്മൾ പ്രാക്ടീസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ട്രിക്കിലോട്ട് പോവുക. അതാണ് നമ്മുടെ സ്പീഡ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. അതിലൂടെ ഒന്നെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള മെത്തേഡിൽ ഷോർട്ട് ട്രിക്ക് ആക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് എടുക്കാം. സോ ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് UGC നെറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് പൊതുവെ എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതില് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഇക്വേഷൻസ് കാര്യം ഒക്കെ എല്ലാവർക്കും അറിയെങ്കിലും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് ആൻസർ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അതിന് മെയിൻ റീസൺ എന്ന് പറയാൻ എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കില്ല. എന്നിട്ട് അതിന്റെ ഇക്വേഷൻ അനുസരിച്ചാണ്ട് ചെയ്തു പോകും. നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ ഇക്വേഷൻ ഇൻക്ലൂഡഡ് ആവും, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സമീർ വാൾക്ക്ഡ് a certain distance and ride by taking a total time of 40 minutes. He could walk both of us in 60 minutes. How long would it take for him to ride both of us? അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നിട്ടുള്ള ഡാറ്റാസ് കൃത്യമായിട്ട് എഴുതാം. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഒരാള് ഒരു സ്ഥലത്തോട്ട് യാത്ര ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നു, അതിനെടുത്ത ടൈം 40 മിനിറ്റ് തന്നെ. അതായത് അയാൾ പോയത് അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്നും മാർക്കറ്റിലോട്ട് പോയി, നടന്നു പോയി, തിരിച്ചു വന്നപ്പോ ബൈക്കിൽ വന്നു, അതിനെടുത്ത ടൈമാണ്, അതായത് വാൾ പ്ലസ് റൈഡിനെടുത്ത ടൈമാണ് 40 മിനിറ്റ്സ്. 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാല് അത് രണ്ടിനെടുത്ത ടൈമാണ്. ഇനി പറയുന്നുണ്ട്, ഞാൻ മാർക്കറ്റ് വരെ നടന്നു പോയി തിരിച്ചും ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റ് എടുക്കും. അപ്പൊ റൈഡ് പ്ലസ് റൈഡാണ്, അതായത് വാൾ പ്ലസ് വാൾക്കാണ് 60 മിനിറ്റ്. അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു. വാൾ പ്ലസ് വാൾക്ക് റിട്ടേൺ ആയിട്ടും നടന്നു വന്നപ്പോ 60 മിനിറ്റ് എടുത്തു. ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് വരെ ബൈക്കിൽ പോയി തിരിച്ച് ബൈക്കിൽ വരുവാണെങ്കിൽ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതാക്കണേ, ഇവിടെ റൈഡ് എന്ന് തന്നിട്ടുണ്ട്. ഈ റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ എടുത്താൽ മതി. സോ നമ്മൾ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വാൾക്ക് കിട്ടണം. ഈ വാൾ പ്ലസ് റൈഡ് ആണ് 40 മിനിറ്റ്.
അപ്പൊ നമ്മുടെ ഇവിടെ ഓൾറെഡി ഇവിടെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു പോയി തിരിച്ച് ഇങ്ങോട്ട് നടന്നു പോയി, സെയിം ഡിസ്റ്റൻസ് ആണ്. സെയിം ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്താ ചെയ്താൽ മതി, അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു അതിന്റെ ഹാഫ് ആയിരിക്കും അതിന് ആൻസർ വരിക. അപ്പൊ 60/2 ആണ് 30 മിനിറ്റ്സ് ആണ് വാൾക്കിന് വരിക. ഒരു സൈഡിലോട്ട് പോയ വാൾക്കിന് വരിക, അതായത് അങ്ങോട്ട് പോയത് വാൾക്കിന് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന വാൾക്കിന് വരുന്ന 30 മിനിറ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ തന്നിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാം. ഫസ്റ്റേ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്, അങ്ങോട്ട് നടന്നു പോയി ഇങ്ങോട്ട് നടന്നു വന്നു 60 മിനിറ്റ്. അപ്പോ രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് മാർക്കറ്റിന് പോകുന്നു, മാർക്കറ്റിൽ നിന്ന് എന്റെ വീട്ടിൽ വരുന്നതും സെയിം ഡിസ്റ്റൻസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളത്. സോ അതാവുമ്പോൾ അതിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ വാൾക്കിന് 30 മിനിറ്റ് ആണ്. ഇനി ഇവിടെ തന്നിട്ടുണ്ട് വാൾക്ക് പ്ലസ് റൈഡ് 40 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ 30 മിനിറ്റ് ഓൾറെഡി കിട്ടി, റൈഡ് നമുക്ക് കിട്ടിയിട്ടില്ല, പിന്നെ 40 മിനിറ്റ്. എന്നിട്ട് ഈ 30 മിനിറ്റിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ റൈഡ് കിട്ടും എന്താണ് 10 മിനിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക് ഫോർ ഹിം റൈഡ് ബോത്ത് വേഴ്സ്? രണ്ട് സൈഡിലോട്ടും വണ്ടിക്ക് വരുവാണെങ്കിൽ എത്രയാണ്? അപ്പൊ ഇതിന്റെ ഡബിൾ എടുത്താൽ പോരെ. ഒരു സൈഡിലോട്ട് 10 മിനിറ്റ്സ് ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് 20 മിനിറ്റ്സ് ആണ്. ആൻസർ ബി ആണ് ആൻസർ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള ഡാറ്റാസ് എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞുതരാം, ഒന്നുകൂടി സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയത് 60 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്, വാൾക്ക് പ്ലസ് വാൾക്ക്. പിന്നെ തന്നിട്ടുണ്ട് വാൾക്ക് പ്ലസ് റൈഡ് എന്ന് പറയുന്നത് 40 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് റൈഡ് പ്ലസ് റൈഡ് ആണ്. സോ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസ്റ്റൻസ് ആണ് വരുന്നത്. സോ ഇത് നമുക്ക് വരുന്നത് ഒരു വാൾക്കിന് എത്ര 60/2 30 മിനിറ്റ് ആണ്. സോ നമുക്ക് ഇവിടെ ഓൾറെഡി 30 മിനിറ്റ് കിട്ടി. ഇതിനങ്ങോട്ട് വരുമ്പോൾ റൈഡ് കിട്ടി 10 മിനിറ്റ്. അപ്പോ 10 × 2 20 മിനിറ്റ്സ് ആണ് ആൻസർ വരിക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാരണം ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്താൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇത് ഈ വണ്ണില്ല കേട്ടോ, റിയലി സോറി, ഈ വണ്ണില്ല, അത് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് സെല്ലിംഗ് 70 പെൻസിൽസ് ഫോർ 90, a person make a loss 25%. Then how many pencils should be sold for 234 and profit of 30%? ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരാള് 70 പെൻസിൽ വിറ്റ സമയത്ത് ആൾക്ക് എന്താണ് 25% നഷ്ടമുണ്ടായി. ആ സമയത്ത് അയാൾ എത്ര പെൻസില് വിറ്റാലാണ് 234 രൂപക്ക് 234 രൂപക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് 30% ലാഭം ഉണ്ടാണെങ്കിൽ എത്ര പെൻസിൽ വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എഴുതാം. 70 പെൻസില് 90 രൂപക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉണ്ടായ നഷ്ടം 25% ഈ സൈഡിൽ എഴുതി വെക്കുക. ഇനി അടുത്തത് എന്താണ് ചോദിച്ചിട്ടുള്ളത്, 30% പ്രോഫിറ്റില് വിൽക്കണമെങ്കിൽ 234 രൂപക്ക് വിൽക്കണം. അപ്പോൾ എത്ര പെൻസിൽസ് ആണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു പെൻസിലിന് എത്ര രൂപ എന്ന് കാണണം. 70 പെൻസിലിന് 90 രൂപയാണെങ്കിൽ ഒരു പെൻസിലിന് എന്തായിരിക്കും 90/70. 0 വെട്ടിയാൽ കുറച്ചുകൂടി ഈസി ആവും, 9/7 ആവും. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്, നമുക്ക് ഈ CP കാണണം, കോസ്റ്റ് പ്രൈസ് കാണണം. കോസ്റ്റ് പ്രൈസ് കാണണം. കോസ്റ്റ് പ്രൈസിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? കോസ്റ്റ് പ്രൈസിന്റെ ഇക്വേഷൻ എന്താ? 100/100 പ്ലസ് ഓർ മൈനസ് P/L ഇൻറ്റു SP ആണ് ഈ കോസ്റ്റ് പ്രൈസിന്റെ ഇക്വേഷൻ വരുന്നത്. സോ നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ 100/100 മൈനസ് 25 ആണല്ലോ വരിക, കാരണം ലോസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു സെല്ലിംഗ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഒരു പെൻസിലിന്റെ വില വിറ്റ സമയം ഇവിടെ സെല്ലിംഗ് ആണ് പറഞ്ഞത്. അപ്പൊ ഒരു സെല്ലിംഗ് പ്രൈസ് ആണ് 9/7. അപ്പൊ ഇവിടെ 9/7 എന്ന് എഴുതും. എന്നിട്ട് ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, ഈ 100/75 ഇൻറ്റു 9/7. ഇതിന് നമുക്ക് പെട്ടി കുറച്ചുകൂടെ 4/3 അല്ലേ വരിക, 4/3 അല്ലേ വരിക. അപ്പൊ 9/7 എന്ന് കിട്ടും. then 3 പോകും, ഇവിടെ 12/7 എന്ന് CP എന്ന് കിട്ടും.
അപ്പൊ നമുക്ക് സി പി എന്താണ് കിട്ടി? 12/7 എന്ന് കിട്ടി. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ദെൻ നമുക്ക് എന്താണ് ഇനി അറിയേണ്ടത്? എത്ര പെൻസിൽസ് ആണ് ഈ ഒരു 30% ലാഭം 234 രൂപക്ക് വിറ്റ സമയത്ത് എത്ര പെൻസിൽസ് ആണ് വിറ്റത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ എന്താണ് ഇവിടെ എന്താണ് കാണേണ്ടത്? എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് 30%. സോ സെല്ലിംഗ് പ്രൈസ് ആണ് കാണേണ്ടത്. സെല്ലിംഗ് പ്രൈസ് കാണേണ്ട അറിയാലോ. നമുക്ക് ഓൾറെഡി കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. 12/7 ഇൻറ്റു എന്താണ് 130/100. ഇത് മുകളിലാണ്. ഇതിന്റെ ഇക്വേഷനും നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവും. 100 പ്ലസ് മൈനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു CP ആണ് വരിക. അപ്പൊ നമുക്ക് 130 കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ സീറോ വെട്ടി കഴിയുമ്പോ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 12/13 എന്താണ് കിട്ടുന്നത്? 12 ഇൻറ്റു 30 നമുക്ക് നോക്കാം. 156 കിട്ടും. ബൈ 70 കിട്ടും. ദെൻ അതിന്റെ ഹാഫ് എടുത്ത് വെക്കുക. അപ്പൊ നമുക്ക് എന്താണ് 78 അല്ലേ കിട്ടുക? 78/35 ആണ് ഇത് കിട്ടുക. അപ്പൊ നമുക്ക് SP-യും കിട്ടിക്കഴിഞ്ഞു. 78/35 SP-യും കിട്ടിക്കഴിഞ്ഞു. സോ നമ്മൾ എന്താണ് എത്ര പെൻസിൽസ് ആണ് നമ്മൾ വിറ്റത് എന്ന് കിട്ടണം. 234 രൂപക്ക് 234 ഡിവൈഡഡ് ബൈ 78/35 എന്നാണ്. അപ്പൊ നമ്മൾ ഈ 35നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ നമ്മൾ എന്താ 234/78 ഇൻറ്റു ഇവിടെ 35 എന്നുണ്ട്. അപ്പൊ ഈ 78 ഇൻറ്റു എത്രയാണ്? 234 വരിക. അപ്പൊ 78 ഇൻറ്റു 3 ആണ് വരുന്നത്. അപ്പൊ 3 ഇൻറ്റു 35 എത്ര വരിക? 105. ആൻസർ C ആണ് ആൻസർ വരുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടീച്ചർ മോഡൽ കണ്ടു നോക്കുക. അപ്പോ എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ ആ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കണം. എപ്പോഴും ഇക്വേഷൻ മാത്രം ഫോളോ അപ്പ് എടുക്കരുത്. അതില് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ചെയ്ത് ഒരു 4-5 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഷോർട്ട് ട്രിക്കിലോട്ടൊക്കെ എത്തും. നിങ്ങളെ സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടുമ്പോൾ ഷോർട്ട് ട്രിക്കിലോട്ട് എത്തും കേട്ടോ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ചൊരു കൺഫ്യൂഷൻ എടുക്കുന്ന സംഭവം. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്, കാണേണ്ടത് മിക്സഡ് ആൻഡ് അലിഗേഷൻ ആണ്. അപ്പൊ ഇങ്ങനെയും വരാം. അതായത് എല്ലാ ടോപ്പിക്കും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതാണ് ആ ഓർഡറിൽ തന്നെ പഠിക്കണം എന്നാണ്. ഇപ്പൊ നിങ്ങള് മിക്സഡ് ആൻഡ് അലിഗേഷൻ കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ കണക്റ്റഡ് മനസ്സിലാവില്ല. മിക്സഡ് ആൻഡ് അലിഗേഷന്റെ രൂപത്തിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ രൂപത്തിൽ ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഒരു ഓർഡറിൽ പഠിക്കണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് വെൻഡർ മിക്സ് 2 varieties ഓഫ് ഷുഗർ വർത്ത് 60 per kilo ആൻഡ് 78 per kilo? അതായത് ഒരു കടക്കാരന് 2 വിലയിലുള്ള ഷുഗർ തമ്മിൽ കൂട്ടിയിട്ട് ആള് വിൽക്കാണ്. അത് കിലോക്ക് 60 രൂപയും കിലോക്ക് 78 രൂപയുള്ള ഒരു പഞ്ചസാര വിൽക്കാണ് 76.8 കിലോക്ക് വരുന്നത്. മിക്സ് ചെയ്തിട്ടാണ് വിൽക്കുന്നത്. സോ അത് അയാൾക്ക് 20% ലാഭം ഉണ്ടാക്കി. അപ്പൊ അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള ഇത് എഴുതി നോക്കാം. 60 കിലോ ആൻഡ് 78 കിലോ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അയാൾ വിറ്റത്. 76.8 കിലോയിലാണ് വിറ്റത്. 20% ലാഭത്തിലാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ആദ്യം കണ്ടത്? 20% ലാഭം 120% ഈക്വൽ ടു നമുക്ക് എന്താണ് 78ലാണ് അയാള് SP മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് കിട്ടില്ലേ? SP കിട്ടില്ലേ? അപ്പോ ഇനി അടുത്ത എന്താണ്? CP നമുക്ക് അറിയില്ല, ഇൻറ്റു 100. CP അറിയില്ല, ഇൻറ്റു 100. അപ്പൊ നമുക്ക് CP കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്താണ് വരിക? അതിനെ അങ്ങോട്ട് പോയി കൊണ്ടുവരുമ്പോ 76 അല്ലെങ്കിൽ ഇതിനങ്ങോട്ട് കൊണ്ടുവരാം. 120 ഇൻറ്റു 100 എന്നായിരിക്കും. ദെൻ നമുക്ക് ഈ 0 വരാം. ഈ 76 ഇൻറ്റു 8 ഇവിടെ എന്താ കിട്ടുന്നത്? ഇൻറ്റു 10 ആകുമ്പോൾ 768/12 എന്ന് കിട്ടും. നമുക്ക് ആൻസർ 64 എന്നാണ് കിട്ടുക. ഇവിടെ നിന്നിട്ടില്ല. നമുക്ക് CP ആണ് ആൻസർ, അല്ല CP ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് റേഷ്യോ ആണ്.
റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ 64 നമുക്ക് CP കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഫസ്റ്റ് കിലോന് 60ഉം സെക്കൻഡ് കിലോ 78ഉമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? 64 മൈനസ് 60, 78 മൈനസ് 64. ദെൻ നമുക്ക് എന്താണ് കിട്ടുന്നത്? 4/14 ആണ്. അതായത് 14:4 ഒന്നുകൂടി ചെറുതാക്കാൻ 7:2. ആൻസർ ഓപ്ഷൻ 2 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് മോഡലിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ മിശ്ര അലിഗേഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. സോ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ, കാരണം പലരും ഇത്രയും വലിയ ഒരു ക്വസ്റ്റ്യന്റെ വലിപ്പം കാണുമ്പോൾ തന്നെ ഇതിനെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലോട്ട് പോകും. സോ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്താണ് ബേസിക്കലി പഠിച്ചാൽ അതന്നെ ഇതിലുണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സർട്ടൻ സം ഓഫ് മണി 3 year റൈറ്റ് 10% per annum 99. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 വർഷത്തിൽ 10% പലിശയിൽ കൊടുത്തപ്പോൾ 993 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. സെയിം എമൗണ്ടിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുത്തത് 8% റേറ്റിലും 4 ഇയറിലുമാണ്. സോ നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതിന്റെ എന്താണ്? റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കിട്ടണം, ആ പ്രിൻസിപ്പിൾ കിട്ടണം. പ്രിൻസിപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. സോ നമ്മൾ ഇൻഫർമേഷൻ നമുക്ക് തന്നെ എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താന്ന് കിട്ടി? 993 എന്ന് കിട്ടി. ടൈം ഒന്ന് കിട്ടി, 3 വർഷം എന്ന് കിട്ടി. റേറ്റ് കിട്ടി 10%. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താന്ന് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ടൈം 4 ആൻഡ് റേറ്റ് 8% എന്ന് കിട്ടി. സോ നമുക്ക് എന്താണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ, അതെന്താണ്? P × 1 + R/100 × N ആണ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് മൈനസ് P ആണല്ലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 1 + R/100 × N ആണ് പഠിക്കുക, എമൗണ്ട് പ്ലസ്. അപ്പൊ നമുക്ക് എന്താണ് കാണേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എമൗണ്ട് പ്ലസ് P മൈനസ് P ആണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നോക്കാം. P × 1 + R/100 × N - P ആണ് ഇതിന്റെ ഇക്വേഷൻ വരുന്നത്. ഓൾറെഡി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 993 എന്ന് കിട്ടിയിട്ടുണ്ട്. P കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1 + R കിട്ടിയിട്ടുണ്ട്. 10/100 എത്രയാണ്? 3 ആണ്. മൈനസ് P എന്നുള്ളടത്ത് നമുക്ക് 1 എന്ന് കൊടുക്കാം. P = 1 ആണ്, 10 ആണ്. 99 3P × ഈ 11 ഈ 10 എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോ എന്താണ് നമുക്ക് കിട്ടുക? 110/100 ആണ് ഇവിടെ കിട്ടുക × 3. അപ്പൊ ഈ 0 പോയി കഴിഞ്ഞാല് നമുക്ക് എന്താ? 993 P × 11/10 × 3 ആണ്. ഇവിടെ -1 ഉണ്ട്, ഇത് ഇതിന്റെ അകത്തേക്ക് പോകണം. അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈ 993 P × 11ന്റെ ക്യൂബ് എന്താന്ന് അറിഞ്ഞിരിക്കണം, ക്യൂബ് പഠിച്ചിരിക്കണം. 1331/1000 ആണ് -1. ഇത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ലേ? A/B - 1 എന്ന് എങ്ങനെ നമ്മൾ എഴുതുക? A - B / B എന്നല്ലേ? അതേമാതിരി തന്നെ ഇവിടെ വരിക 1331 - 1000 / 1000 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 993 P × 331/1000 ആണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് കിട്ടുക? 993 × 1000 / 331. ഇതിന്റെ ട്രിപ്പിൾ അല്ല ഇത് വരുന്നത്. അപ്പൊ കട്ട് ചെയ്ത് പോയിക്കൂടെ? 3. അപ്പൊ നമുക്ക് P എന്ന് പറയുന്നത് 3000 എന്ന് കിട്ടി. P എന്ന് പറഞ്ഞത് 3000 എന്ന് കിട്ടി. ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. 3000 ആണ് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടൂടെ? കാരണം അതിന്റെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. PRT/100 ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. P എന്ന് പറയുന്നത് നമുക്ക് 3000 എന്ന് കിട്ടി. നമുക്ക് SIന്റെ ഇക്വേഷൻ ചെയ്താൽ PRT/100 എന്നാണ്. P എന്ന് കിട്ടിയത് 3000.
നമുക്ക് 6, 8 ആൻഡ് ടി എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 100 നമുക്ക് വെട്ടിപ്പോയി. അപ്പോ ഇവിടെ എന്താ 24 എന്ന് കിട്ടും. 24 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ് 96 ആണ്. അപ്പൊ 0 ഉണ്ട്. 960 ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നതെന്ന് എന്ത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ നോക്കാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.